എല്ലാവർക്കും D4 ഡൈന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഞാൻ മോസ്റ്റ് സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾ ഇത് നനഞ്ഞു കുളിച്ച് വിറച്ച് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈത്തിരിയുള്ള ടീൻസാന എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചറസ് പാർക്കിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അനുചേട്ട വീട്ടിലാണ്. അപ്പൊ നമ്മള് വീടൊക്കെ മാറി കേട്ടോ. അപ്പൊ ആ വീടല്ല ഇത്, പക്ഷെ ഇത് വേറെ വീടാണ്. പക്ഷെ ഈ വീട് ഞങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ പറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ അക്വേറിയൊക്കെ നോക്കുക. നമ്മുടെ അക്വേറിയൊക്കെ ഇവിടെ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ പാർക്കിൽ പോയി നീന്തി തിമിർത്ത് നനഞ്ഞ് എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് നനഞ്ഞ് കോഴിയായി ഇന്നറൊക്കെ നനച്ച് ഞങ്ങൾ വിറച്ച് ഇഷേന്ന് നമ്മൾ വന്ന പോലെ വരാൻ വേണ്ടി പോവാണ് അല്ലേ ഗൈസ്. ഞങ്ങൾ വേറെ ചറിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ റൂമിലേക്ക് വന്നിട്ട് ഡ്രസ്സെങ്കിലും മാറി നടക്കാം. അത് ഞങ്ങളുടെ അടുത്ത് ഡ്രസ്സ് പോലില്ല. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റമാണ് ഞങ്ങളിത് കേൾക്കുന്നതും പോകുന്നതും അല്ലേ. നീ പോയിട്ടോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നെ കാഴ്ചകൊണ്ട് പറയാനുണ്ട്. അതന്നെ. അപ്പൊ ഗൈസ്, ഡ്രസ്സ് വേറെ ഇല്ല. എന്ത് ഡ്രസ്സ് വേറെ ഇല്ല, അതാണ് ഒരു അവസ്ഥ. അപ്പൊ ഞങ്ങള് പേടും. എന്താ നമ്മള് ചെയ്യാൻ ഭയങ്കര പറയടാ. എന്താ മൗനവ്രതമാണോ? അറിയത്തില്ല. കുറച്ചാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. എനിക്ക് നനയാൻ മടി. ആണോ? മടിയെന്ന് പറയുന്നത് മടിയെ കൊണ്ട് പറഞ്ഞു. എൻ്റെ ക്യാമറ പിന്നെ വാട്ടർ റെസിസ്റ്റ് ആണ്. നിങ്ങൾക്ക് DG Action 4 ആണ്. അപ്പം പിന്നെ ഞങ്ങളൊരു കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ കവർ. ബട്ട് ഞാൻ നമ്മൾ ചിന്തിക്കാനുള്ള അറിവ് പറഞ്ഞു. എനിക്കോട് നമ്മൾ ഒരു പാഠം പഠിച്ചു. ഇനി ക്യാമറേൻ്റെ കവർ, ഒരു ജോഡി ഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും നമ്മളിനി എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ഇല്ലേ. ഉറപ്പിച്ച കാര്യമല്ലേ. ആദ്യം വേണ്ടത് ബാക്ക് പാക്ക് ആണ്. അതന്നെ. അപ്പൊ ആദ്യം പോയി അത് വാങ്ങണം. അതില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഗൈസ്, നമ്മൾ നനയാൻ വേണ്ടി പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഡ്രസ്സും ഇല്ല. അപ്പൊ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ കാണാൻ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ ഗൈസ്, നമുക്ക് എങ്ങോട്ടാ ഓൺ ദ വേ പോലെ. അപ്പൊ ഗൈസ് ഭയങ്കര പാടാ. അപ്പൊ നമുക്ക് ഓൺ ദ വേ എന്ത് ചെയ്യാം, വേഗം അങ്ങോട്ട് പോയി പാർക്കിന്റെ വിശേഷങ്ങൾ കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ബത്തേരിയിലേക്ക് നല്ല പെരുമഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെരുമഴ എന്ന് പറയാൻ പറ്റില്ല, ചാറ്റൽ മഴയാണ്. നമ്മൾ ബത്തേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മളൊരു ബസ് ഹോട്ടലാക്കിയിട്ടുണ്ട്, നമ്മുടെ വനിതാ ഹോട്ടൽ. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറാൻ പോകണം അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ പോവല്ലേ? ഗൈസ്, ലെറ്റ്സ് ഗോ. സത്യമായിട്ടും അതെ അതെ. ഇവിടെ ഇരിക്കല്ലേ, അടിപൊളി ബെസ്റ്റ് ഹോട്ടലായിട്ടാണ് ഗൈസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എൻ്റെ ദൈവമേ, വൈബന്നെ ഇത്രയും നല്ല ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗൈസ്, 1 minute. So guys, we are going to eat some food for വിശപ്പ്. നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മുടെ എന്താണ് KSRTC ബസ് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഞങ്ങൾ നനഞ്ഞ കോഴികളാവും ഗൈസ്, അതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. യെസ്. അപ്പൊ നമുക്ക് ഫുഡ് നോക്കാം. സത്യം, എല്ലാവരും വേഗം തന്നോ. ഞങ്ങൾ മത്സ്യനികളാവാൻ പോകുന്നത് ഇന്നലെ വെറുതെ പറഞ്ഞുള്ളൂ. സത്യം, ഷോർട്സ് ഇട്ട കോസ്റ്റ്യൂം ഇല്ല, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഞങ്ങൾ വരും. എലി വെള്ളം കുടിക്കുന്നതൊക്കെ ഇനി കാണാം. എനിക്കൊരു വാർത്ത ഭാഗ്യം കേൾക്കാനറിയോ, സ്വിമ്മിംഗ് പൂളിൽ വീണ് വെള്ളം കുടിച്ച് എലി ചത്തു. ഞാൻ പിന്നെ വെള്ളത്തിലായി 24 മണിക്കൂറും. ഈ മെർമേഡിനെ പിന്നെ നിങ്ങൾക്ക് പറയണ മാങ്കുഞ്ഞല്ലേ. ജ്വരം മസ്തിഷ്കം ഉണ്ടോന്നാ പേടി. ഞങ്ങളൊരു കാര്യമാണ് ഗൈസ്, മൂക്കും വായും അടച്ചിട്ടാ സ്വിമ്മിങ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം നോക്കാം. ഓരോ പൊറാട്ടയും മീൻ കറി മതി അല്ലേ. നമ്മളെ പോകാതെന്താ ഒന്നും ഓർക്കരുത്. തന്നെയാണിത്. നമ്മള് വേഗം നിന്നിട്ട് പോലെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് പോകുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾ വേഗം നില്ലാൻ പോകണം. വേഗം ഇറക്കി തൊണ്ടയിൽ വേഗം പിന്നെ ഓൾറെഡി ഫാസ്റ്റാണ്. ബസ് ഹോട്ടലല്ല, നമ്മുടെ
റെസ്റ്റോറന്റ് ആണ്. ഞാനത് പറയാൻ മറന്നുപോയായിരുന്നു, സോറി. അപ്പൊ നമ്മള് ഇതാണോ അങ്ങനെ നമ്മൾ നമ്മുടെ വയനാടിന്റെ ബോർഡർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെൻസാനിയ പാർക്ക് അവിടെയാണുള്ളത്. നമുക്ക് നടക്കാം. മോസ്റ്റ് കാറ്റാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുരമാണ് ഗൈസ്. അപ്പോൾ നമ്മളിതുവരെ ചുരത്തിന്റെ വീഡിയോ ചെയ്തിട്ടില്ല അല്ലേടാ. ഇവിടെ മോസ്റ്റ് കാറ്റാണ്, രക്ഷയില്ലാത്ത കാറ്റാണ്. അപ്പോൾ നമ്മുടെ പാർക്കിന്റെ അടുത്തേക്ക് നമുക്ക് നടക്കാം. അതിന്റെ ഫ്രണ്ടിൽ ബസ് ഗൈസ് നിർത്തില്ലായിരുന്നു. നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നടക്കേണ്ടി വരില്ലായിരുന്നു. നമ്മുടെ ബാവാജി നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് പോവാം. അപ്പം നമ്മുടെ ബത്തേരിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്ക് പ്രാർത്ഥിച്ചായിരുന്നു വെയിലുണ്ടാവണമെന്ന്. പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലാണല്ലേ മങ്ക. നമ്മൾ തണുത്ത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുന്ന പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ ഒരു എടാ ശരിക്കും. അപ്പം നമുക്ക് വേഗം എന്താക്കാം, പാർക്കിൻ്റെ അടുത്തേക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ 3 പേര് നടന്നു പോവാം. ഇവിടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ വയനാടിന്റെ ബോർഡർ ആയതുകൊണ്ട് തന്നെ ചുരം ബോർഡർ ചുരം അതന്നെ ചുരം ആയതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടി നമ്മുടെ കോഴിക്കോടിലേക്കുള്ള ചുരമാണ്. അപ്പൊ നമ്മുടെ വയനാടൻ ചുരം അതന്നെ. അപ്പൊ നമുക്ക് കാറ്റത്താണിപ്പം ഉള്ള കാര്യം പറയട്ടെ. നമുക്ക് വയനാടുകാർക്ക് ഏതൊരു നാട്ടിലേക്ക് പോകണമെങ്കിലും ഈ ചുരം കടക്കാതെ പോകാൻ പറ്റില്ല. അതിപ്പോ കണ്ണൂർ വഴിയാണെങ്കിലും അതെ, ഏത് വഴി പോവുകയാണെങ്കിലും നമുക്ക് ചുരം കടക്കാതെ പോകാൻ പറ്റിയല്ല. അതാണ് ഒരു വിഷയം. 2 ചുരം കേട്ടോ, പാൽച്ചുരവും പിന്നെ എന്താ വേറൊരു ചുരം കൂടി ഉണ്ട്. ചില ദേവിയെ മോസ്റ്റ് കാറ്റാണ്. സത്യം പറഞ്ഞാൽ മുടി ശല്യമാവുന്നത് ഈ സമയത്താണ്. തണുത്ത കാറ്റാണ് കേട്ടോ. ഈ ചുട്ട വെയിലത്ത് തണുത്ത കാറ്റാണ്. സമയം വന്നിട്ട് എത്രയും ചെറിയ ഗൈസ് 12:52. പക്ഷെ വെയിൽ 10 മണിക്കാണ് തുറക്കുള്ളൂ നമ്മുടെ പാർക്ക്. അപ്പൊ നമ്മള് വെയിൽ ഏൽക്കുന്നില്ലല്ലോ. തണുപ്പ് പറഞ്ഞാൽ വെയിൽ ഏൽക്കുന്നില്ല കേട്ടോ. മോശമാണ് പറഞ്ഞിട്ടോ. നിങ്ങൾ ചുരത്തിലാണ് ആദ്യം പറയണത് നമ്മൾ ചുരത്തിലേക്കാണ്. നമ്മൾ അൽജോട്ടോട് ചോദിച്ചു നോക്കാം ചുരത്തിലേക്ക് പോകുന്ന ടൈം കിട്ടുവാണെങ്കിൽ മാത്രം കേട്ടോ. എന്റെ ക്യാമറ അതിനുമ്പോ ചത്തില്ലേല് വീഡിയോ കാണിക്കാം. അതെ. അപ്പൊ നമ്മൾ മോസ്റ്റാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇനി നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പൊ നമ്മുടെ കരിന്തണ്ടനെ പറ്റി നിങ്ങൾക്ക് അറിയോ? നമ്മുടെ ചുരം കണ്ടുപിടിച്ച ആണ് നമ്മുടെ കരിന്തണ്ടൻ്റെ. ഇതാണ് ഒരു മറ്റേ എന്തെന്നാ പറയുക, ഒരു ചെറിയ കാവാണ്. അപ്പം കരിന്തണ്ടനെ അവിടെ ചങ്ങലക്കിട്ട് വെച്ചേക്കാന്നാണ് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ടെൻസാനിയ പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലം വരുന്നത് എവിടെ നിന്ന് പറയാം, വൈത്തിരി അല്ല കേട്ടോ, ലക്കിടിയാണ്. ഓ ഗായ്സ്, this is our Tanzania park. At last we reached guys. So guys, let's go. അമ്മേ എന്റെ ദൈവമേ, എന്ത് രസം നോക്കണ്ട ഗായ്സ്. തേയിലത്തോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ആൽജേട്ടൻ്റെ കാലിൽ ടയറാന്ന്. ആൽജേട്ടൻ ഒറ്റയടിക്കാണ് ഓടിയെത്തുന്നത്. ഞാനിപ്പോൾ ബാക്കിലേക്ക് അമ്മേ വീഴുമെന്നറിയില്ല. എന്ത് രസമല്ലേ തേയിലത്തോപ്പ് കാണാൻ. അമ്മേ മോസ്റ്റായിട്ട് ഓടി ഞങ്ങൾ ടയർഡായി. നാളുകൾക്ക് ശേഷം കൈസേനൊന്ന് ഓടുന്നത്. അമ്മേ അപ്പോൾ ഒരുപാട് ഇതേ പൈങ്കിളി അവിടെ എന്തോ തിന്നുകൊണ്ടിരിപ്പുണ്ട്. അമ്മേ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമെന്ന് തോന്നുന്നു അൽജേട്ടൻ. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഒരുപാട് റൈഡുകളിൽ കയറി എൻജോയ് ചെയ്യാനുണ്ട്. അപ്പം ലെറ്റ്സ് വെയിറ്റ് ഗൈസ് ഹിയർ. പൈങ്കിളി, ആർ യു റെഡി ഫോർ എൻജോയ്? റെഡി അല്ല? ഞാനിതൊരു ആകാശത്തോളിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നൊന്നും ആണോ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അയ്യോ വെള്ളത്തിൻ്റെ എന്തൊക്കെയോ കുറേ ഉണ്ട്. ഇത് ഫുള്ള് വൈൽഡായിട്ട് കിടക്കുമെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്? ഫുള്ള് വൈൽഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം വൈൽഡായിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് TNC പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല വേണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് കളയാൻ പാടില്ല. സ്കൂളിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിക്കോട്ടെ. ബാഗ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ അവർ കേട്ടില്ല.
ഗൈസ് അപ്പോൾ നമുക്കൊരു ടാഗൊക്കെ അവിടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് പൂളിൽ ഇറങ്ങുമ്പം നിങ്ങൾ കേട്ടല്ലോ ലാസ്റ്റ് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇഷ്യൂ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മളെന്താ പറയുക, കയ്യിൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഈ സൂത്രം നമ്മുടെ കയ്യിൽ വേണം എന്നാണ് ഗൈസ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ഇവരും ടാഗ് പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ 4 പേരും അനുചേട്ടനൊക്കെ ഞങ്ങൾ 4 പേരും കയ്യിൽ ടാഗ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മേ, ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ എൻജോയ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. വാവ്, നമ്മുടെ എന്താ പറയുക ആദിമ മനുഷ്യന്മാരാണോ? ലെറ്റ്സ് ഗോ ഗൈസ്. പങ്കന് പ്യാരി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പ്യാരി ഇടിക്കും, ആരും തന്നെ ഇടിക്കും. നോക്കാം. ഗായ്സ് ആരും നൈസിൽ നമ്മളെ പേടിപ്പിക്കണം കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ ആദിമ മനുഷ്യന്മാരെയൊക്കെയാണ് ഗായ്സ് ഈ സൈഡിൽ നമുക്ക് കാണിച്ചു സത്യം പറയാം. നമ്മുടെ ആൻഷ്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നില്ല. എനിക്ക് പറഞ്ഞാ എടാ വീഡിയോ എടുത്തോ. എന്താണ് മറ്റേത് എന്താ ആസ്ട്രോ അവരാണ് ഫസ്റ്റ് ആയിട്ട് ഫയർ ഇൻവെൻഷൻ ചെയ്തത് ഗൈസ്. ഓ നോ, സോ മെനി റൈഡ് ആർ ദേർ ഗൈസ്. നോക്കൂ, അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ കയറി വൈബാക്കാനുള്ളതാണ്. ആൽചേട്ടനോട് പോയി, ആൽചേട്ടനെ മിസ്സായി. മറ്റേ ലെറ്റ്സ് ഗോ. ഇവിടെ ആൽചേട്ടനെ കാണുന്നില്ല. എവിടെ പോയി? എവിടെ? ആ അതെ അവിടെ ഗൈസ്. നമ്മുടെ ആൽചേട്ടനെ പെട്ടെന്നാണ് ഗൈസ് കാണാതാവുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദൈവമേ, മിസ്സായിതാ. ഹലോ, ഓക്കെ. ദൈവമേ, ഇത് കുറേ റൈഡുകളുണ്ട് കേട്ടോ ഗൈസ്. എവിടെ ഗൈസ്? അപ്പം നമ്മളിത് നമ്മളെ കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂമിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സീറ്റ് ബെൽറ്റ് പോലത്തെ ഒരു സൂത്രമാണ്. അപ്പം സീറ്റിലില്ലാത്ത ബെൽറ്റാണ് കേട്ടോ. അപ്പം നമുക്കിത് ബോഡി ബെൽറ്റ് എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഓരോ റൈഡുകളിൽ കയറാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ ആ റൈഡുകളിലൊക്കെ ഈ സംഭവമാണ് നമ്മളെ ക്യാരി ചെയ്ത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി നിർത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മുടെ മേത്ത് കണ്ടില്ലേ, മുഴുവൻ ബെൽറ്റ് പോലെ നമ്മുടെ തൊടയും വയറിലൊക്കെ കൂടി വന്നിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ബെൽറ്റ് പോലെ ഈ സാധനം നമുക്ക് നമ്മുടെ മേത്ത് അവർ അണിയിച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇനി റൈഡുകളിൽ ഫസ്റ്റ് തൊട്ട് കയറുന്ന റൈഡുകളിൽ നമുക്കിത് ഇട്ടിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ തൊടയിലും അതുപോലെ തന്നെ നമ്മുടെ വയറിലും ബെൽറ്റിൻ്റെ സൂത്രമുണ്ട്. അപ്പോൾ അത് വലിച്ചൊരു ടൈറ്റ് ആക്കും. അതേപോലത്തെ നമുക്കൊരു ഹെൽമെറ്റും ഇട്ട് തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ആൽവിൻ ചേട്ടൻ മുമ്പേ ഇട്ടിട്ട് പുറത്തേക്ക് പോയി. ഇനി വാവാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാനാണ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് റൈഡിലാണ് കയറാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഈ റൈഡുകളിൽ കയറുക എന്ന് പറയുന്നതൊക്കെ മോസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളും ഉണ്ട്. അപ്പം പേടിയുള്ളവരൊന്നും ആ സംഭവത്തിലൊന്നും കയറരുത്. കാരണം നമുക്ക് എന്താണ് പെട്ടെന്ന് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ മേത്ത് വലിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ടഫാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവരത് കറക്റ്റായിട്ട് നമുക്ക് അണിയിച്ച് തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് കറക്റ്റായിട്ട് അവർ ഇട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ ഒരുപാട് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേ ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ ഇത് സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ടീൻസാണിയ പാർക്ക് വന്നിട്ട് നമ്മുടെ ലക്കിടിയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മുടെ വയനാട് ചുരം കണ്ടില്ലേ, നമ്മുടെ ബോർഡറിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ഈ പാർക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈ പാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വൈത്തിരിയിൽ ഒരു പാർക്കുണ്ട്, അത് നമ്മുടെ വാട്ടറിൻ്റെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഡേ ഞാൻ നമ്മുടെ ബെൽറ്റും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ പൈങ്കിളിനെയാണ് ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതേ പൈങ്കിളി മോസ്റ്റായിട്ട് നമ്മുടെ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, മോസ്റ്റാണ്. അപ്പം നമുക്കിനി നേരെ നമുക്ക് റൈഡിൽ എൻജോയ് ചെയ്യാൻ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മളിതേ അണിഞ്ഞൊരുങ്ങി ഞങ്ങൾ 3 പേരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അവസ്ഥയായിട്ട് നമ്മളിനി ഓരോ റൈഡുകളിലേക്ക് കയറാൻ പോകണേ. അപ്പം നമുക്കറിയത്തില്ല ആദ്യം എങ്ങോട്ടാണ് കയറേണ്ടത്, എങ്ങോട്ട് കയറണം, എന്താകും നമുക്ക് മനസ്സിലാവുന്നില്ല. കുറേ ഗോപുരങ്ങൾ പണിത് വെച്ചേക്കുന്നില്ല, കുറേ സ്റ്റെയർ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ഹൈറ്റിൽ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണോ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും കേട്ടോ. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നിലത്ത് പോയാൽ അതിൻ്റെ ഒരു പൊടി പോലും നമുക്ക് കിട്ടില്ല കേട്ടോ. ക്യാമറ സീനാവെന്നറിയില്ല. അമ്മേ ഗൈസ്, അങ്ങനെ
അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളിത് ആ പണിത് വെച്ചിരിക്കുന്ന ഗോപുരം എന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തലയിൽ നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ വയറിൽ ഒരു വള്ളി അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്നും കാലിൽ നിന്നും വയറിൽ നിന്നൊക്കെ ഒരുപാട് വള്ളികൾ നമ്മളെ പിടിക്കാൻ വേണ്ടി വരില്ലേ, അതേപോലത്തെ ഒരു വള്ളി നമുക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. നമ്മുടെ വയറിൽ ഒരു വള്ളിയുണ്ട്, ആ വള്ളി അവിടെ ഒരു റോപ്പ് ഉണ്ട്, ആ റോപ്പിനകത്തേക്ക് കൊളുത്തിടും. അത് എനിക്ക് തോന്നുന്നു ഇരുമ്പിൻ്റെ റോപ്പാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള റോപ്പാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ വയറിലുള്ള ഈ വള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തൂങ്ങിക്കിടക്കും കേട്ടോ ഗൈസ്. തൂങ്ങിക്കിടക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ, സേഫ്റ്റി വേണമല്ലോ. അപ്പോൾ ഞാൻ ക്യാമറ എങ്ങനെ ഹോൾഡ് ചെയ്യുമെന്നാണ് എനിക്കിപ്പോൾ ഒരു ടെൻഷനായിട്ടുള്ളത്. കാരണം നിലത്തേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. കണ്ടില്ലേ, ഈ പകുതിയില്ലാത്ത വഴി കൂടിയാണ് നമ്മളിനി നടന്ന് അഡ്വഞ്ചറസ് ആയിട്ട് പോകേണ്ടത്. ഗൈസ് നിങ്ങൾ കാണുന്നു, ഗൈസ് മോസ്റ്റാണ്. നമ്മൾ കോൺസെൻട്രേഷനില്ലേ ഗൈസ്, തെറ്റിപ്പോകും. മോസ്റ്റാണ് ഇതൊക്കെ. എന്തല്ലേ ഗൈസ്, ബാക്കിൽ അവർ വരുന്നുണ്ട്. കൈതെറ്റിയാൽ ഞാൻ നിലത്താണ്. ഞാൻ അത്രയും അഡ്വഞ്ചറസ് എടുത്താണ് ഗൈസ് നടക്കുന്നത്. ഗൈസ് വാമറ്റോടെ അവർ വന്നിട്ടില്ല, അവരും കൂടി വന്നിട്ട് നമുക്ക് മുമ്പിലേക്ക് പോവാം. മിസ്റ്റർ ബീൻ പോയ എപ്പിസോഡിനകത്ത് എങ്ങനെയല്ലായിരുന്നോ ഗൈസ്? ഞങ്ങൾ കാർട്ടൂണിൽ നമ്മളെ മിസ്റ്റർ ബീൻ ഇങ്ങനെ ഒരു റൈഡിൽ കയറുന്നുണ്ട്, അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്, അല്ലേടാ? അവർ മോസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് നടന്നു പോവാം. അവരും കൂടി അടുത്തെത്തട്ടെ ഗൈസ്, എന്നിട്ട് ഞാൻ അവരെ കൂടി കാണിച്ചായിട്ടുള്ള എടുക്കുന്നത്. നല്ല താഴ്ചയാണ്, ഞാനെങ്ങനെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അവരടുത്ത് വന്നിട്ടുള്ളത് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മേ ഗൈസ്, നിങ്ങൾ അടുത്തെത്തിട്ട് വേണം ഒരുമിച്ചൊരു പോസ് എടുക്കാൻ. ഞാൻ കാത്തിരുന്നല്ലോ, ഒരു രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി നടന്നു പോടെ, നടന്നു വരെ. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഗൈസ് എത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ അവരും വരുന്നുണ്ട്. തിരിച്ചു പോകണമെന്ന് അറിയത്തില്ല. വാ എന്തായാലും. അവിടുന്ന് കൊളുത്ത് പിടിപ്പിക്കണം. അടിപൊളി. യെസ്, ഓ അടിപൊളി. തീർന്നു അതല്ലേ ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു കടമ്പ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കടമ്പയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമുക്ക് ശ്രദ്ധയില്ല, ആ പണി കിട്ടും. നടന്നു വരികയാണ് ആര്? ഞങ്ങൾ മുടി മോസ്റ്റാണ് ഗൈസ്. അതെ, ചപ്രിയാണ്. അതിനകത്ത് സിപ്പ് ലൈന് കയറിയിട്ടുണ്ട് ഗൈസ്. ചില സംഭവങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. സേഫ്റ്റി ഫസ്റ്റ്. അതന്നെ, ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റിയാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കട്ടെ. അടുത്ത് സിപ്പ് ലൈനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെന്താവും അവസ്ഥ നമുക്കറിയത്തില്ല. മേത്ത് വള്ളി സാധനങ്ങളൊക്കെ തൂക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കട്ടെ കേട്ടോ എന്താ അവസ്ഥ നോക്കട്ടെ. ക്യാമറ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് വരും. മുമ്പിലേക്ക് ചവിട്ടിക്കാം. അത് തന്നെ റെഡി ഗായ്സ്. അപ്പോൾ നെക്സ്റ്റ് സൈക്കിൾ ഔട്ടിലാണ്. മാമാറ്റി എങ്കിലും പോയി നമ്മുടെ അൽജറ്റിൻ്റെ ഒരു 2 റൗണ്ട് കൂടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇനി എനിക്ക് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർ പോയിട്ട് ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. ഗായ്സ് അവർ വരുന്നുണ്ട്. എന്താ അവിടെ പറ്റിയത്? രണ്ടുപേരും ഓടിച്ചു വന്ന് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്നും പോയി കിട്ടിയില്ല, ഇങ്ങോട്ട് കിട്ടിയ. അത് പറ, അടിപൊളി രസമുണ്ടായിരുന്നോ? അടിപൊളിയാണ്. നമ്മുടെ ഡയാനാണ് നെക്സ്റ്റ്. ഞാനിപ്പോ അങ്ങനെ ഒരു സൈക്കിളാണ് കേട്ടോ പോയത്. പോയി വഴിക്ക് നിന്ന് പോയ സ്പീഡിൽ തന്നെ ചവിട്ടിക്കൊണ്ടിരിക്കണം. ഇവിടുന്ന് എങ്ങനെയാണോ സ്പീഡ് അതേ സ്പീഡിൽ പോകണം. സ്പീഡ് കുറഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ഞാൻ പഠിച്ച കാര്യം അതാ. അപ്പൊ നിങ്ങളിങ്ങനെ സൈക്കിളിൽ കയറുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് സ്പീഡിലാണോ ചവിട്ടുന്നത് അതേ സ്പീഡിൽ. ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ്
ഫസ്റ്റ് എൻ്റെ ടേൺ ആണല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ നിലത്ത് കൂടി സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ വായു കൂടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വപ്നത്തിലും കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഒരു റോപ്പിലാണ് നമ്മുടെ സൈക്കിളും പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെഞ്ചത്തുണ്ടായിരുന്ന ആ വള്ളിയും ആ മുകളിൽ ഒരു റോപ്പ് നിങ്ങൾക്ക് കാണുന്നില്ല, ആ റോപ്പിനകത്തേക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല, ഇത് 2 പേർക്കിരുന്ന് പോകാനുള്ള സൈക്കിളിലാണ് വാവാറ്റിയും പങ്ങനും പോയത്. പിന്നെ ഞാൻ പോയത് സിംഗിളിലായിരുന്നു, അലുചേട്ടനും പോയത് ഞാൻ പോയ സൈക്കിളിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നിന്ന് കഴിയുമ്പോൾ അവർ ആ സൈക്കിൾ നമുക്ക് തിരിച്ചു വെച്ച് തരും. നമ്മുടെ വയറിലുള്ള ആ ബെൽറ്റ് അവർ തിരിച്ചിട്ട് തരും. അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ അങ്ങ് വന്നിട്ട് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ കണ്ടില്ലേ, നല്ല തേയിലത്തോട്ടമൊക്കെ കാണാനല്ലേ. അപ്പോൾ എത്രമാത്രം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലല്ലേ. താഴെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ ഓടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ തിരക്കൊന്നും നമ്മൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്കുണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു മഴക്കാറ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാനങ്ങനെ എൻജോയ് ചെയ്ത് വരെ നിങ്ങൾ കാണുന്നുണ്ടോ? സ്വപ്നത്തിൽ ചവിട്ടിയിട്ടില്ലേ? ഞാൻ സ്വപ്നത്തിൽ ചവിട്ടിയിട്ടില്ലേന്ന്. സ്വപ്നത്തിൽ ചവിട്ടിയിട്ടില്ലേ? സ്വപ്നത്തിൽ ചവിട്ടിയിട്ടില്ലേന്ന്. അങ്ങനെ കുഞ്ഞാറ്റി അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നു കേട്ടോ. വീഡിയോ എടുത്തിട്ടില്ലല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. പോവല്ലേ. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഊഞ്ഞാലാട്ടത്തിലേക്കാണ്. ആലുചേട്ടൻ ഇത് ഊഞ്ഞാലാടുന്നുണ്ട്. ക്യാമറ പറ്റില്ല മക്കളെ. അമ്പടാ പോവല്ലേ പോലെ. ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം, നമ്മൾ ശരിക്കും ആടാൻ പോവാണ്. ലെറ്റ്സ് ഗോ, ശരിക്കും ആടിയിട്ട് വരാം ഗൈസ്. അത് രണ്ടിലും പിടിച്ച് ചവിട്ട്, എന്നിട്ട് ആടി പോകണം ഗൈസ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ക്യാമറ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ ക്യാമറ സേഫായിട്ട് എടുത്ത് വയ്ക്കാൻ പോണ്. അങ്ങനെ ആടി അടുത്തേക്ക് പോകണം. അടുത്തേക്ക് ചവിട്ടി പോകണം. ബാലൻസ് ചെയ്ത് പോയാൽ മതി, ഒന്നും ആവൂല. പതുക്കെ പോയാൽ മതി. വീഴില്ല. അടുത്ത കാലെടുത്ത് വെക്കേ. അതന്നെ എനിക്കെന്തൊരു പേടി. ചെല്ല്. കാണുമ്പോ നല്ല കോമഡിയാ, പക്ഷെ ഇല്ല, ഒന്നും ആവില്ല. ഒന്നും ആവില്ല. അതെന്നാ മാറ്റം മൂഞ്ഞാലും അടിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. എങ്കിലി പതുക്കെ ആടാ നിൽക്കാൻ. ഞാൻ നെയ്ക്ക് പിടിക്ക്, ആടാ നിൽക്ക്. എന്നിട്ട് അടുത്തേൽ കാല് വെക്ക്. എങ്ങനെയുണ്ട്? ഞാനും ഭയങ്കര ക്വിറ്റ് ചെയ്തു ഗൈസ്. തൂങ്ങി. സ്റ്റേബിളാ? വീതി വെക്കണമായിരുന്നു. ശരി, അത് ചവിട്ടാൻ പറ്റാത്ത. അവിടേക്ക് വേറെ കുറെ ടൈപ്പ് ഉണ്ട്. അയ്യോ, ഇത് മറ്റേ മിനിറ്റ് പണ്ടൊരു ഷോ ഇല്ലേ, അടി കൊണ്ട് വെള്ളത്തിൽ വീണ്. അതൊന്നും പിന്നെ കുഴപ്പമില്ല, വെള്ളത്തിലല്ലേ അത്. അതന്നെ നമ്മളെ ഓർക്കുന്നുണ്ടോ ചേച്ചി? മറ്റേ ചൈനക്കാരുടെ ഇത് കാണുന്നത്. അങ്ങോട്ട് മാത്രല്ല കേട്ടോ, തിരിച്ചിങ്ങോട്ടും ഉണ്ട്. ധൈര്യമില്ല. കേറണമെന്ന് പെട്ടോ. സാഹസികമായി നമ്മുടെ ഡയാന അതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഗൈസ് മോസ്റ്റ് ആണ്. അറിയില്ലടാ, ആകാശത്തോണി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫിയറസ്റ്റ് ആയിട്ടുള്ള റൈഡില്ലേ, അതിൽ കയറി മരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും നല്ലത്. അതെ, ഇരുന്ന് മരിക്കാലോ. ഓക്കെ, വലിഞ്ഞു പോവാ. ആ ബലൂൺ എന്താ ചെയ്യുന്നേ? ബലൂണിൽ തൂങ്ങുവോ കുഞ്ഞാച്ചി? പൊട്ടില്ല ബലൂൺ. നമ്മൾ വരുമ്പോൾ ബലൂൺ പൊട്ടും. എൻ്റെ ഗായ്സ്, സത്യം പറഞ്ഞാൽ സർക്കസ് കൂടാരത്തിൽ വന്നൊരു ഫീലായിരുന്നു ഗൈസ് എനിക്കുണ്ടായിരുന്നത്. ഉള്ള കാര്യം പറയാലോ. ഇത് മറ്റേ പണ്ട് സർക്കസ് എന്ന് പറഞ്ഞിട്ടേ ഈ ഗ്രൗണ്ടിലൊക്കെ സർക്കസ് നടത്തും. അതിൻ്റെ കയറായി കൂടെ നടത്തുന്നുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. അവിടെ കുറേ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെ പിള്ളേർക്കുള്ള റൈഡാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബലൂണിക്കോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ആ ശരിയാ. ഇത് മറ്റേ ബിഗ് ബോസിലൊക്കെ ഓരോ ടാസ്ക് കൊടുക്കില്ലേ, അതുപോലെയാണ് കേട്ടോ. വാവ്. അപ്പോൾ കുഞ്ഞാറ്റി ഫിനിഷ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ യാ, നെക്സ്റ്റ് ഓക്കേയിലേക്ക് പോവാണ് ഗൈസ്. ഗായ്സ് അങ്ങനെ ഞാനിത് അതിനകത്ത് കൂടി കയറി നടക്കണം. അപ്പം നമുക്ക് ഡൗട്ടുള്ളത് താഴെ നിൽക്കുന്നവരോട് നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ എങ്ങനെ വേണേലും പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ. കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ആ വള്ളി ആ മുകളിൽ അവിടെ ഒരു നമ്മുടെ ഈ റോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പോവാൻ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് കണ്ടില്ല, അതിനനുസരിച്ച് വേണം നമ്മൾ പോകാൻ. മോസ്റ്റ് അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ നമ്മുടെ കുഞ്ചാറ്റി ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം കേട്ടോ. എനിക്കിത് ഇപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസ് എന്താ, ഇതിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും എനിക്കത് ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് കയറിയില്ലേ, ആട്ടാണ്. ആട്ടക്കളി എനിക്കിഷ്ടമില്ല. ആടൊന്നും ശരിയല്ല, സ്റ്റഡി അടിക്കണം. അതെ അതെ, ഇത് ഇളകിയ ആട്ടാണ് ഗൈസ്. അതെ. ഫോട്ടോ എടുത്ത് എങ്ങനെ കാണുമോ? നീ അതൊന്നും കാണുന്നില്ല കൊച്ചേ. ആരോ നിൽക്കുന്ന പോലെ ഉണ്ട്. കുറേ ടയർ ഉണ്ട് കേട്ടോ, രസമുണ്ട്. വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയാലോ? ആ ശരി. നെക്സ്റ്റ് കടമ്പയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? കയറൊന്നും കൊടുത്തേക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞ കയർ. ഗായ്സ് അപ്പോൾ നമ്മളിത് അടുത്തത് നമ്മുടെ റോപ്പിൽ പിടിച്ച് പോകേണ്ടതാണ്. സത്യം പറഞ്ഞാൽ അൽചേട്ടൻ പറഞ്ഞ പോലെ തന്നെ റോപ്പിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. റോപ്പ് വെറും ഷോ ആണെങ്കിലും എങ്ങനത്തെ ആൾക്കാരാണ് അതിനകത്ത് കയറുമെന്ന് പറയാൻ പറ്റില്ല. പേടിയുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്കൊന്ന് ചാടി പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതെ. അപ്പോൾ നമ്മൾ വീണാലും പേടിക്കാനൊന്നുമില്ല, കാരണം നമ്മുടെ മേത്തുനിന്ന് ഒരു റോപ്പ് അതിനകത്തേക്ക് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മളവിടെ തൂങ്ങി കിടക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഭാഗ്യത്തിന് വീണോട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. പിന്നെ റോപ്പിലായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കും ഗൈസ്. അതാണൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡയാന അതൊക്കെ ഫിനിഷ് ചെയ്തത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കയറിയെടുത്ത പലകയാണെങ്കിൽ ഇവിടെ വരുന്നത് അയൺ പീസസ് ആണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് ഗായ്സേ ഞാനിതേ ഫിനിഷ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒരു കടമ്പയും കൂടി ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ നമ്മൾ സർക്കസിലൊക്കെ ഇങ്ങനെ റോപ്പിൽ നടന്നു പോകുന്നില്ല, അതേ സൂത്രമാണ്. അപ്പം കണ്ടില്ലേ, എനിക്കിങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും അത് സാധിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. മോസ്റ്റ് ആയിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഗൈസ്. നമുക്ക് ശ്രദ്ധ വേണം, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് പ്രത്യേകിച്ച് അത് പണ്ട് മുതലേ ഇല്ല, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുന്നത് എനിക്കിപ്പോൾ എന്താ തോന്നുന്നത് അറിയാം, എൻ്റെ കൈ രണ്ടും ഇങ്ങനെ ആയിരുന്നുള്ളോ എന്നുള്ളത് തെളുത്തളോ, അല്ലാതെ വേറെ തെളുത്തളോ. അപ്പോൾ സിപ്പ് ലൈൻ ആവാനാ ചാൻസ് അല്ലേ? നോക്കാം. അപ്പോൾ നമ്മുടെ മേത്തിരുന്ന ബെൽറ്റ് നമ്മൾ സിപ്പ് ലൈനിൽ കയറിയില്ല. ബെൽറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മേത്തിന് അഴിച്ചിട്ടുണ്ട്. ആ ഹെൽമെറ്റ്, ഞാനിപ്പോൾ ഹെൽമെറ്റ് ഇട്ട് പോയി ഗായ്സ്. മൈ ഹെയർ സ്റ്റൈൽ ഈസ് ഗോൺ. ചാപ്രി. ആലഞ്ചേട്ടാ സിപ്പ് ലൈനിൽ കയറിയില്ലല്ലോ. സിപ്പ് ലൈനിൽ അവിടുന്ന് കിട്ടോ? ആ ഡ്രസ്, ആ സിപ്പ് ലൈനിൽ. അപ്പോൾ അവിടുന്ന് നമുക്ക് തരുമെന്നാണ് പറഞ്ഞത് ഗായ്സ്. എൻ്റെ മുടീൻ്റെ ഒരു എന്തായെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒന്നും കൂടി എൻ്റെ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, കാരണം ഹെൽമെറ്റൊക്കെ വെച്ച് ചപ്പറായി പോയിട്ടുണ്ട്. സിപ്പ് ലൈനിലേക്കാണ് തോന്നുന്നു പോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. പറയൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ വള്ളി തൂങ്ങലിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നത്? വള്ളി തൂങ്ങലിൽ കയറിയപ്പോൾ ചെറിയ പിള്ളേർ വരെ കയറുന്നില്ലേ എന്ന് പറഞ്ഞു. അതെ, പക്ഷെ എനിക്കറിയാം, ഒരിക്കലും ഓരോരുത്തരും കമ്പയർ ചെയ്യരുത്. അത് ആദ്യത്തെ തെറ്റ്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോന്നും.
പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഇതിനകത്ത് കേറിയിട്ട് നമുക്കത് കേറി പേടിച്ചിട്ട് നമുക്ക് ധൈര്യമില്ല എന്ന് പറയും. അതെങ്ങനെയാ ഈ ഒരു ഇതിൽ കൂടെ നമ്മുടെ ധൈര്യത്തിനെ എങ്ങനെ തീരുമാനിക്കുന്നത്? അതന്നെ സത്യമായിട്ടും അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളെ പോലെയല്ല ഞാൻ, എന്നെ പോലെയല്ല നിങ്ങള്. ചിലപ്പോ എനിക്ക് വരുന്നേ, ചിലപ്പോ ഇത് എനിക്ക് വരുന്ന വരാം, ചിലപ്പോ എനിക്ക് അത് കയറുമ്പോ എനിക്ക് പേടിയാവും. പക്ഷെ നിങ്ങൾക്ക് അത് പേടിയാവില്ല. ഇപ്പം പറഞ്ഞു ഇങ്ങനെ ചവിട്ടത്തില്ലായിരുന്നു, അങ്ങനെ ചവിട്ടത്തില്ലായിരുന്നു ഇതൊക്കെ പറഞ്ഞു നമ്മുടെ മോദൽ വരുമോ? ഇല്ലാന്ന്. എനിക്ക് ഇതൊക്കെ കയറി തല ഇറങ്ങും ഗൈസ്. നോക്കടുത്ത് സിപ്ലൈൻ്റെ തലയിലേക്ക് തോന്നുന്നു പോലെ. അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡിഫിക്കൽട്ടീസ് നമുക്ക് മനസ്സിലാവുക അല്ലേ? ഓരോരുത്തർക്കും ചിലപ്പോൾ എളുപ്പമുള്ളത് മറ്റുള്ളവർക്ക് എളുപ്പമല്ലായിരിക്കാം. അതെ അല്ലേ? എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല കേട്ടോ, എന്തും. അതല്ലേ, കയറാൻ പാ. ഗായ്സ് പോലെ സിപ്പ് ലൈൻ. ഗായ്സ് നിങ്ങൾ ആദ്യം കയറ്, നിങ്ങൾ ആദ്യം പോകും. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞില്ലേ? എന്നതാ ഗായ്സ്, അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള സൂത്രങ്ങൾ, ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തരും. അപ്പം ലൈഫിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ത്രില്ലിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പോയതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളാരെങ്കിലും സിപ്പ് ലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ പറന്നിങ്ങനെ ഊർന്നു പോകുന്നത് നല്ല രസമല്ലേ? കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലേ? അപ്പോൾ അതേ നമുക്ക് ആ ഡ്രസ്സ് അവർ ഇടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് തരുന്നുണ്ട് അത്. അപ്പോൾ ഇത് ഞാൻ മോസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഗായ്സ്. എന്തായാലും ഞാൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അപ്പം നല്ല ദൂരേക്കാണ് കേട്ടോ അത് പോകുന്നത്. അപ്പോൾ എന്തായാലും കയ്യിൽ ക്യാമറ ഒന്നും പിടിക്കാൻ എനിക്ക് എന്തായാലും പറ്റിയല്ല. മേത്ത് വല്ല ഒട്ടിക്കുന്ന ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി നോക്കാമായിരുന്നു. ഇപ്പോൾ ഒട്ടിക്കുന്ന ക്യാമറ ഒന്നും എൻ്റെ കയ്യിലില്ല. ആകെ ഉള്ളത് എൻ്റെ ക്യാമറ മാത്രമാണ് കേട്ടോ. അപ്പോൾ അവസ്ഥയാണ്. അതും കൈ പിടിച്ചുകൊണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് എങ്ങാനും നിലത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ തീരുമാനമാകും. അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ ചാടി കയറി നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇവിടെ കയറി നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിനി നമ്മുടെ നമ്മുടെ ബെൽറ്റ്, ഇനി ആ സൂത്രം കണ്ടില്ലേ, ആ സാധനം അവർ മുകളിലൊരു റോപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പിൻ്റെ പോലത്തെ റോപ്പുണ്ട്. ആ റോപ്പിൽ അവരത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി അവർ ചെയ്യാൻ പോകുന്ന പരിപാടി നിങ്ങൾ കണ്ടോ? ഇനി കൂടുതൽ കാണാൻ പോകുന്ന പോലെ പറഞ്ഞറിയിക്കണ്ടല്ലോ. എവിടെ പിടിക്കണ്ടപ്പോ? ഇല്ലല്ലോ. അപ്പൊ കണ്ടില്ലേ, നമ്മളിനി നൈസിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ശരിക്കും അത് തൂങ്ങി കിടക്കുന്ന പോലെയാണ് നമ്മളിനി ആകാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നോക്കൂ ഗായ്സ്. അപ്പോൾ നമുക്ക് സിപ്പ് ലൈനിൽ കയറണമെങ്കിൽ വേറൊരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്. നമ്മളെ വെയിറ്റ് നോക്കിയിട്ടാണ് അവർ കയറ്റുള്ളൂ. കാരണം 80 കിലോയ്ക്ക് മേലെ ഉണ്ടെങ്കിൽ നമുക്ക് സിപ്പ് ലൈനിൽ പോകാൻ പറ്റില്ല, പൊട്ടി നിലത്ത് കിടക്കുന്ന കാണാം. അപ്പോൾ 80 കിലോയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ സിപ്പ് ലൈനിൽ പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അവരങ്ങോട്ടേക്ക് നിർത്തിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതേ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ബെൽറ്റൊക്കെ നല്ല ഒരു ടൈറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. ഇനി ഞാൻ അവിടെ തൂങ്ങിക്കിടന്നല്ലോ. ഇനി ഞാൻ പോകും. അതിലിരുന്നോടെ പോയാൽ കാണുന്നുണ്ടല്ലോ. എൻ്റെ ഗായ്സ് ഒന്ന് പറയണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഊർന്ന് അങ്ങ് അകലേക്ക് മറഞ്ഞു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അറ്റ് ലാസ്റ്റ് എൻ്റെ പോയി എത്തിയിട്ടുണ്ട് എന്തായാലും ഗായ്സ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ടേൺ നമ്മുടെ പൈങ്കിളിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ പൈങ്കിളിക്ക് ഇത് അവർ ഹെൽമെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ബെൽറ്റ് കേട്ടോ. അപ്പം ഇനി ഇത് രണ്ടും ഇട്ടിട്ട് ഇനി നെക്സ്റ്റായിട്ട് പൈങ്കിളിയാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗായ്സ്. എന്തായാലും സിപ്പ് ലൈനിൽ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതേ പൈങ്കിളിനെ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റാണ് നമ്മുടെ വാവാറ്റ വരുന്നത്. അപ്പം ഗായ്സ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്തായാലും സിപ്പ് ലൈൻ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സിപ്പ് ലൈനിൽ നമ്മൾ പോയിരിക്കണം. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ പണ്ട് നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിപ്പ് ലൈൻ അല്ല എങ്കിൽ അതേപോലെ ടയറിൽ നമ്മൾ ഊർന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയത് ഞാനല്ല, നമ്മുടെ പൊന്നുണ്ണിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രസമായിരുന്നു ഗായ്സ്, നല്ല അഡ്വഞ്ചറസ്
രസമായിരുന്നു. നമ്മൾ വ്ളോഗിൽ ഇങ്ങനെ കയറിലിങ്ങനെ ആ വ്ളോഗിൽ നമ്മൾ ടയറിട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. മോസ്റ്റ് ഫണ്ണായിരുന്നു ഗൈസ്, അതൊന്നും പറയാതിരിക്കാൻ പറ്റിയല്ല. അങ്ങനെ എന്നെ ചെയ്ത പോലെ തന്നെ ഇതേ പൈങ്കിളിനെയും ചെയ്യുന്നുണ്ട്. ഇനി പങ്കൻ ഒരൊറ്റ പോക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതാ പങ്കൻ ദേ ഊഞ്ഞാലാടി ദേ പോകുന്നു പോയി. അടിപൊളി ഗൈസ്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ വാവാറ്റാ. എൻ്റെ മോനെ കണ്ടില്ലേ, ആ എൻഡിങ്ങിൽ പോയിട്ട് നമ്മളങ്ങ് ഇടിച്ച് തെറിച്ച് പോകും. നമുക്കൊരു പേടി ഇല്ലാതെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻഡിങ് ഒരു എന്താ പറയുക, നമുക്ക് സത്യമായിട്ടും പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ബ്ലാസ്റ്റ് എനിക്കറിയില്ല, പോയി ഇടിച്ച് ഞാൻ ചമ്മന്തി ആവേണ്ടായിരുന്നു എന്ന് വരെ ഞാൻ ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, എനിക്കിവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാര്യം മുഴുവൻ റൈഡൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും അവരെ പിടിച്ചില്ലെങ്കിൽ നമ്മളിവിടെ പോസ്റ്റ് ആവും. അവിടെ പിന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമില്ല അല്ലേ. സത്യം പറയല്ലോ, എനിക്ക് സിപ്പ് ലൈൻ ഭയങ്കര ഇഷ്ടമായി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലും കൂടി ഒരു ക്യാമറ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയർ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും കൂടി അഴിച്ചൊന്ന് കെട്ടി, കാരണം ഹെൽമെറ്റ് വെക്കുമ്പോൾ ബോറായിരുന്നു കാണാൻ. ഞങ്ങൾ സിപ്പ് ലൈൻ ഇഷ്ടമായോ? സിപ്പ് ലൈനാണ് ഗൈസ് വയസ്സിൽ ഏറ്റവും മോസ്റ്റ്. പക്ഷേ ഇവിടെ സേഫ്റ്റി അതാണൊരു പ്യാടി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തെന്താ നോക്കാം. ക്രിസ്ത്യടി തിയേറ്റർ, ലണ്ടൻ ബസ്, ഗൺ ഷൂട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോന്നിൽ കയറുമ്പോഴും ടിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഈ വിമാനത്തിലാണ് കയറാൻ വേണ്ടി പോകേണ്ടത്. നമുക്ക് ഏതെങ്കിലും വിമാനത്തിൽ കയറിയിരിക്കാം. അതിലാ രണ്ടുപേരും വെച്ച് കയറുന്നേ. ഓക്കെ, ഇതിനകത്തിരിക്കാം. ഈ ബെൽറ്റ് നമ്മളെ എടുത്തിട്ട് പറപ്പിക്കുന്നതുകൊണ്ട് ബെൽറ്റ് ഇടണം. ഇതിനകത്ത് ബാക്ക് ഇവിടെ ഒരാൾ അതിലിരിക്കും. ചെല്ലേ, മറ്റേത് അവിടെ ഇരുന്നിട്ടുണ്ട്. അമ്മേ, നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്താവെന്ന് അറിയത്തില്ല. ഇപ്പൊ പറക്കുമായിരിക്കും. രമേ ക്യാമറ കുഴപ്പമാവോ? രമേ മുകളിലേക്ക് പറക്കുന്ന തോന്നേ ഗായ്സ്. പേടി, അയ്യോ പേടി ഗായ്സ്. അമ്മേ, നോക്കാം എന്താകുന്നു. എന്റെ പൈങ്കിളി കാറിപ്പൊളിക്കാൻ റെഡിയായിരിക്കും. നമുക്ക് നോക്കാം എന്താവെന്ന് നമുക്കറിയില്ല. തല മിക്കവാറും ഇറങ്ങി കഴിയുമ്പോ തല ഇറങ്ങും ഗൈസ്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതെ, ഞാൻ എനിക്കറിയില്ല, ഞാൻ പണ്ടേ പൈലറ്റ് ആണ് അല്ലേ മക. തല നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഇറങ്ങി കഴിയുമ്പോൾ റിലേ വിടുമെന്ന് അറിയത്തില്ല. എന്റെ മോനെ, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ താഴുമെന്ന് നമുക്ക് നല്ല സംശയമുണ്ട്. അയ്യോ ഗായ്സ്, ക്യാമറയ്ക്ക് ചാർജ് പറയുന്നുണ്ട്. അമ്മേ, അയ്യോ ഞാൻ സൈഡിലേക്കാവുന്നു. നോക്കൂ ഭയങ്കര ഞാനപ്പോ ഭയങ്കരമായിട്ട് ഞാൻ പ്രോ ആയിട്ട് ഓടിക്കുകയാണ് ഗൈസ്. ഇപ്പൊ കണ്ടോണ്ട് ഗൈസ്, നമ്മൾ എപ്പോഴാ താഴാന്ന് അറിയത്തില്ല. എടാ ഞാൻ ഈ സൈഡിലേക്ക് ആയിപ്പോ ഒന്ന് ഗൈസ്, നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്തോട്ട് കയറാൻ പോന്നേ. അമ്മേ ഗൈസ്, എന്താവെന്ന് അറിയത്തില്ല. നമുക്ക് കയറി നോക്കട്ടോ. ഒരാൾക്കാണ് ഗൈസ് കയറാൻ പറ്റുള്ളൂ. ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്ക് പറ്റും. സിംഗിളോ? ഇതെങ്ങനെയാ കഴിച്ചിരിക്കുന്നത് അറിയത്തില്ല. ഇതിനകത്ത് കയറാം. ഞാൻ ബ്ലൂ കയറാട്ടോ. അമ്മേ, എടാ എങ്ങനെ ആടുന്നേ ഗൈസ്? ഇത് ആടുന്നുണ്ട് കേട്ടോ. ഈ ബെൽറ്റ് ഇടേണ്ടതുണ്ട് ഗൈസ്. നോക്കട്ടെ. ഈ സാധനം ഭയങ്കര സേഫ് അല്ലാന്ന് അലച്ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ എടുക്കുന്നില്ല. എനിക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പേടിയാണ് ഗൈസ്. ക്യാമറ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കറിയത്തില്ല, ഭയങ്കര ഇങ്ങനെ ആവുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്നറിയോ അപ്പൊ ഞങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ബൈ. ഒന്നും പറയണ്ട, മനുഷ്യനെ കറക്കി എന്താ ചെയ്യുന്നറിയില്ല. തല ഇറങ്ങിട്ട് ഇരിക്കാൻ വരാം. ക്യാമറ എടുത്തിറങ്ങി ഞാൻ ക്യാമറ കൂടി തെറിച്ചു പോയി. ചിന്തിക്കാൻ വയ്യ. അമ്മ തല ഇറങ്ങിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. നോക്കട്ടെ. നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല.
സാഷ്ടാംഗം പ്രണമിച്ചേന്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ ഭയങ്കര വേവ്സ് ആയിട്ടുള്ളായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വിളിച്ചതെല്ലാം കേട്ടായിരുന്നോ? അതെ. അമ്മേ ഗൈസ് നോക്ക്, ഇവിടെ ഒരു വേഴാമ്പലുണ്ട്, ടെൻസാരിയാന്ന് എഴുതിയിട്ടുണ്ട്. രാവിലെ തൊട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ അടുത്ത് എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയത്തില്ല. അയ്യോ, ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത സാധനത്തിലേക്കാണ് ഞാൻ കയറുന്നത്. കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. ഇത് ഞാൻ അതിനകത്ത് എനിക്കറിയത്തില്ല എന്താവും അറിയില്ല. എന്താ ഇതിലും ക്യാമറ ഐ തിങ്ക് ഗൈസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എടാ നമുക്കിതിൽ കയറാം. അവിടെ ഇരിക്കാം ഗൈസ്. ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കാൻ പോവാണ്. അമ്മേ എടാ അവിടെ ഇരിക്കാം. പിന്നെ എന്താവോ നമുക്കറിയത്തില്ല. കാല് തെട്ടിക്കോട്ടോ. അപ്പൊ അതിലോ ദൈവമേ ഇങ്ങനെ പറയല്ലേ. എന്റെ ദൈവമേ നമ്മുടെ കൂടെ 2 പേരേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നോക്കാം ആത്മാവാന്ന് എടാ പോടാ. അമ്മേ തോണി ആറാൻ തുടങ്ങി. ദൈവമേ തോണിയാട്ടം ദൈവമേ എന്താവും അറിയില്ല. ഞങ്ങളിപ്പോ ആകെ 2, 3, 5, 6 പേരെ ആകുള്ളൂ. അപ്പൊ തോണി പതുക്കെയാണ് കഴിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. തോണിയുടെ ആട്ടം പോസ്റ്റായി നമ്മളങ്ങ് മുകളിലെത്തുമോ നമുക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം കഴിച്ച്. എനിക്ക് ക്യാമറ ഹാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ ഭയങ്കര. എടാ ഇനി അടുത്ത വ്ളോഗിനായിട്ട് ഞാൻ വരുമ്പം ഞാൻ എന്റെ മേത്ത് ഫിറ്റ് ചെയ്ത ക്യാമറയും കൊണ്ടായിരിക്കും കഴിച്ച് വരിക. അത് ഏറ്റവും നല്ലത് അല്ലേ ഗൈസ്? നിങ്ങൾക്ക് തോന്നുന്നു? അയ്യോ തോണി മോളിൽ പോകുന്നുണ്ടല്ലോ ദൈവമേ. ഡയലോഗ് അടിച്ചാ ഒന്ന് പേടി മാറാൻ വേണ്ടിട്ട് നോക്കട്ടെ എന്താവും അറിയില്ല ഗൈസ്. പേടി വരാതെ ആള് പേടി വരുത്തുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. പേടി വരാൻ സാരമില്ല ഗൈസ്. ആകാശത്തോണി കയറിയിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ 3D 4D 16D അല്ലേ? ഞാൻ സെക്കൻഡ് ടൈമാണ് ഗൈസ്. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു. ഓ ഗൈസ് 16D ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ. നമ്മൾ കയറാൻ പോവാണ്. പറ്റുമോ കയറാൻ അറിയത്തില്ല. കയറല്ലേ? ആർ യു റെഡി? Ready? Yes. Let's go. Show me tag. Okay guys, let's go. Ready keda? Okay. Okay guys. അപ്പോൾ ഞങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ഗായ്സ്. അപ്പം എന്തായാലും 16D കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 3D അത്രയും വന്നില്ല. കാരണം എനിക്ക് ആ ഗ്ലാസ് അത്ര പിടിച്ചില്ല. കാരണം ഒരു എഫക്റ്റ് എന്തോ ഒരു എഫക്റ്റ് അങ്ങ് വന്നില്ല. ഇതിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ബാണാസുരയാണോ കാരപ്പുഴയാണോ? ബാണാസുര തോന്നുന്നു. അവിടെ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സൂപ്പർ. അത് 16 അല്ലാന്ന് തോന്നുന്നു. 4D. ഓ വാവ് ഗൈസ്, ഗൺ ഷൂട്ടാണ് അവിടെ ആൽജേട്ടൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആൽജേട്ടൻ ആ ബോൾ വീഴിക്കൂലായിരുന്നു. വാവ് അടിപൊളി അടിപൊളി. അതന്നെ ഗൈസ് കണ്ടില്ലേ?
അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ടെൻസാനിയൻ്റെ എന്താ ഓണേഴ്സാന്ന് തോന്നുന്നു. അവർ വന്നിട്ട് നമ്മളോട് ഇതിൻ്റെ കൊളാബ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അവരെ റീൽസ് എടുത്തിട്ടില്ല, ഇടുമ്പോൾ കൊളാബ് ചെയ്യാൻ അതന്നെ കൊളാബ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളെടുത്ത് പുറത്ത് നമ്മൾ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ ചേട്ടൻ ചെയ്യുന്നുണ്ട്. ഉറല് വീണോ? ഇത് കൊണ്ടോ ഇവിടെ മാറ്റി അല്ല വല്ല നടക്കോ? ഏതാ എന്നിട്ട് നേരെ തിരിഞ്ഞ് ഞങ്ങളുടെ നേരെ വന്നേക്കല്ലേ? തോക്ക് പിടിക്കാൻ തന്നെ വേണം. എന്റെ മോനെ നാടിക്ക് കിട്ടിയടാവല്ല തോക്കാണെ നമ്മളടക്കം തെറിച്ചു പോലും ബാക്കിലേക്ക് വെടിവെക്കും നമ്മൾ സാധനം ഉണ്ടല്ലോ തോക്കിലൊക്കെ കാണുന്നത്. അതെങ്ങനെ പിടിക്കേണ്ട പോലെ അവരോട് ചോദിച്ചു കറക്റ്റ് എങ്ങനെ പിടിക്കണ്ടേന്ന്. ഹോൾഡ് ചെയ്യുന്നേ എന്നിട്ട് നിനക്ക് തോളില്ലാതെയാവും കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പിന്നെ നമ്മള് എന്നിട്ട് ഞങ്ങളെ കൂടെ നീ ചെയ്തേക്കടാ. കവളുണ്ടാവില്ലടാ. ആ ആ എനിക്ക് പറ്റൂന്ന് എനിക്കറിയാമായിരുന്നു. ആദ്യം താടിക്കിട്ട് കൊടുത്തെങ്കിലും ആദ്യത്തെ അടി താടിക്കായിരുന്നു, രണ്ടാമത്തെ അടി ബോളിന്, മൂന്നാമത്തെ അടി അതില്ല. ഇല്ല പോച്ച് പിന്നെ ഞാൻ ഇതൊക്കെ പിന്നെ എനിക്ക് പണ്ടേ പരിചയ ഭയങ്കര ഉന്നാണ്. എപ്പോടാ ഉന്നം വെച്ച് കഴിഞ്ഞാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കണ്ണ് പിഴുതെടുക്കും. അതാ ഞാൻ പണ്ടേ അമ്പ് വില്ല എടുക്കാം. അതന്നെ ഞാൻ വേടല്ല പേടിയാ പോണു. അവര് എന്തൊരു ടോണിയിൽ കയറി കാറുന്നുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ വിഷമൊന്നുമില്ലാത്ത അവിടെ സോറി ക്യാമറേൻ്റെ സെക്ഷൻ ഇത് മാറിപ്പോയി. കറക്റ്റ് പോയിന്റിലാക്കണം. സാധാരണ മനുഷ്യനാണെ കാലാണ്. എടാ 5 പ്രാവശ്യം മേടിക്കണ്ട, നീ കാലല്ലേ ഉദ്ദേശിച്ച ഞാൻ ട്രൈ ചെയ്യട്ടെ. ഓഫ് ചെയ്യണോ? ഞങ്ങളിപ്പോ ഒരു മായാജാല ലോകത്താണ് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ് എത്തിയിരിക്കുന്നു, നോക്കൂ. സോ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ എവിടേക്കോ പോയി എന്തൊക്കെയോ കാണിച്ച് ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് മൈ ക്യാമറ ഈസ് ഗെറ്റ് ബ്ലർഡ്. എടാ ഇത് മറ്റേ ഓക്കോലയില് അവർ പെട്ടുപോകുന്ന വഴി പോലെ ഉണ്ടല്ലോ. ഹായ് അയ്യോ എൻ്റെ മുടി ഹെയർ സ്റ്റൈല് പോയി ഗൈസ്. ഇതാണോ? ഹായ് അടിപൊളി അടിപൊളി അടിപൊളി. നല്ല രസം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെവിടെയൊക്കെ പോയി പിടിക്കുമെന്നറിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ പെട്ടുവെന്നാണോ തോന്നുന്നത് നമ്മള്. ഹായ് അടിപൊളി. ഗൈസ് ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കട്ടെ. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കയറാൻ പോകുന്നത് നമ്മുടെ ബുൾ റൈഡിലാണ് കേട്ടോ. അപ്പോൾ ഈ സാധനത്തിൻ്റെ പുറത്ത് ഞാൻ ബാണാസുര ഡാമിൽ പോയ സമയത്ത് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്കൊരു ഹിക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തൊരു സൂത്രമുണ്ട്, അതിലാണ് നമ്മൾ പിടിക്കേണ്ടത്. അതിൽ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തോ ഒരു അയൺ പീസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അതെൻ്റെ കഴുത്തിൽ കൊണ്ട് മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിയുമ്പോഴാട്ടോ അറിയുന്നത്. അപ്പോൾ ഈ റൈഡൊക്കെ സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നവരാണ് സത്യം പറഞ്ഞാൽ നോക്കേണ്ടത് കേട്ടോ. എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ വീഴ്ച കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും, പിന്നെ നമ്മളെ അറിഞ്ഞുകൊണ്ട് വീഴ്ത്തുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അവരാണ് ശരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. ജീവനുള്ള സാധനമാണെങ്കിൽ ഒരിക്കലും നമ്മളൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മനുഷ്യന്മാരാകുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴുന്ന കാണുമ്പോൾ അവർക്കൊരു രസമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ആകാശത്തോണി കയറിയ സമയത്ത് നമ്മുടെ പേടി കണ്ടിട്ട് അവർ വീണ്ടും വീണ്ടും സ്പീഡ് കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പേടി കണ്ട് അവർ രസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പേടി ഒരിക്കലും നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പുറമേ കാണിക്കാൻ പാടില്ല. പുറമേ കാണിക്കുമ്പോൾ അവർക്കതൊരു രസമാണ്, അതൊരു ഹരമാണ്, അതൊരു എന്താ പറയുക, നമ്മുടെ പേടി കാണുമ്പോൾ അവർക്കൊരു സന്തോഷം പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റൈഡുകളൊക്കെ കയറുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പേടിയാണെങ്കിൽ അത് ഒരിക്കലും അതിനകത്ത് കയറാൻ നിൽക്കരുത്. കഴുത്തുകൊണ്ട് വെക്കണ്ട കേട്ടോ. എടാ പോടാ. അവൻ ഞാൻ കാണുന്നില്ല. അല്ല, അതിവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നില്ല അല്ലേ? സ്വഭാവം കൊണ്ട് അതിൽ പിടിക്കാനൊന്നുമില്ല, അത് കയർ മാത്രമേ ഉള്ളൂ. പിടിക്കാൻ നല്ല വേണം, നല്ല കയറേ ഉള്ളൂ. അത് വഴി പറ്റിയിട്ടുണ്ടോ? ജസ്റ്റാണ് നമ്മളിത് ഏതോ ഒരു ബസ്സിലൊക്കെയാണ് കയറുന്നത് അല്ലേ? കുഞ്ഞ് ബസ്സാണ്. കുഞ്ഞ് ബസ്സിൽ കുഞ്ഞ് സീറ്റ് ബെൽറ്റ് ഉണ്ട്. ബാക്ക് ഒതുങ്ങുന്നില്ല ഗായ്സ്. അപ്പോൾ ആരോ ഡ്രൈവ് ചെയ്യുന്ന ബസ്സിലാണ് ഞങ്ങൾ പിടിക്കുന്നത് അല്ലേ? അല്ലേ? അതെ അതെ ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന, ഞാൻ പറഞ്ഞു ഏതോ ഒരു ബസ്സെന്ന്. പിന്നെയാണ് ബസ്സിൻ്റെ നെയിമൊക്കെ നോക്കുന്നത്. നെയിം നോക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലണ്ടൻ ബസ്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടാഗിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മാർക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലണ്ടൻ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാർക്ക് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഭാഗങ്ങൾ, ഈ പാർക്ക് ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. അതെ ഇറങ്ങി വരും. കേറിയിട്ട് അനുഭവം പറയട്ടെ. കാണാൻ രസമുണ്ടല്ലേ? നമ്മളെ കൊണ്ട് പോവോ? മാറി അതെ, ആ ആടുന്തോണിയില്ലേ, അത് തന്നെ. ഇത് വേറൊരു മാറ്റവും. ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്ന റൈഡിൻ്റെ പേര് ആക്ച്വലി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. പേര് തന്നെ ജെയിൻ്റ് സ്വിങ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഓർത്താൽ പോരെ എന്ത് സ്വിങ് ആണ്. അപ്പോൾ ജെയിൻ്റ് വീല് പോലെ ജെയിൻ്റ് സ്വിങ് ആണ് കേട്ടോ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഞാൻ ഓർക്കുന്നത് വെറുതെ ഊഞ്ഞാലാട്ടുവാന്ന് കേട്ടോ ഓർക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്ക് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കയറിക്കഴിഞ്ഞ് ആത്മാവൊന്ന് പുറത്തിറങ്ങി ഉള്ളിൽ കയറിയപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഇതായിരുന്നു സംഭവം എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം നമ്മളെ ബാക്കിലൊരു കയറിട്ടിട്ട് അവർ ബാക്കിലേക്ക് കൊണ്ടുപോകുക, വലിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ, മുകളിലേക്ക്. വാവാറ്റിയൊക്കെ അവർ പറഞ്ഞു അവർ കയറില്ല എന്ന് പറഞ്ഞു, എന്നോടും കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതേ നമ്മൾ നേരത്തെ പോയത് ഗായ്സേ ഈ ബസ്സിലാണ് കേട്ടോ. ഇത്രയും കുട്ടി ബസ്സിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ ബസ് ശരിക്കും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാനും അലുചേട്ടനും കൂടി മുകളിലേക്ക് കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞതിൻ്റെ ടെക്നിക്ക് എന്നതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഒരു മിഡ് പോയിന്റ് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങ് നിർത്തി. ഇനി നിങ്ങൾ കാണുക ഗായ്സേ ജീവൻ ഇറങ്ങി പോകുന്നത്. കൈ പിടിക്ക് കൊച്ചേ. വൈബ് അതെ. എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കി ആ വരവിലുണ്ടല്ലോ, ഞാൻ ചാവും പറ്റി. എന്നെ പങ്കെടുന്ന ആളെ ലോകത്ത് കാണില്ല നിങ്ങളാരും. ഈ ഒരു ലെവലിൽ പിന്നെ അതെ. എൻ്റെ ഗായ്സെ മോളിൽ കൊണ്ടോട്ടൊരു ഒറ്റ ഇടല. ആ ഇടലിന് നമ്മുടെ അടിവയറുന്നൊരു സാധനം മുകളിലേക്ക് വന്ന് എന്തൊക്കെയോ ആയി പോകും കേട്ടോ. പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഫസ്റ്റത്തെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല.
ഈ കുന്ത്രാണ്ടത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇനി ഒരിക്കലും ഞാൻ ഒട്ട് കയറാനും ഇല്ല എൻ്റെ ഗൈസ്. അത് കുഞ്ഞാച്ചി വരുന്ന വരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ്. ഞാൻ ട്രൈ ആയി ഗൈസ് അവിടെ. ഞങ്ങള് 3 ശരീരം ഒരാൾ അത് തന്നെ അത് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ഗൈസ് വലിയ സ്പെഷ്യാലിറ്റി. നിങ്ങൾക്ക് എത്ര മനസ്സിലാവും ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഒരാള് ചെയ്താൽ മനസ്സിലാവും 3 പേർക്ക് അതെങ്ങനെയാണ്. ഈ ഒരു ലെവലൊക്കെയാണെങ്കിൽ ഓർക്കാലേ. ജയന്റും ആണ്, സിംഗും ആണ്. ഗായ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിലും മോസ്റ്റായിട്ട് പേടിയായത് നമ്മുടെ ആകാശത്തോണിയായിരുന്നു. കാരണം അത് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, പിന്നെ അത് റിപ്പീറ്റ് ഒരു 3-4-5 പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒറ്റ വീടിൽ പോക്ക്, പിന്നെ അത് സ്ലോ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആ ഒരു പോക്കിന് സത്യം പറഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരുന്നത് വലിയ അത്ഭുതം തന്നെ. മനസ്സിലായി. അതിലും ഹൈറ്റിലാണ് പോകുന്ന പൈങ്കിളിയാ. ഞാൻ ആദ്യം എത്ര ഹൈറ്റ് പോകുന്നത് എന്റെ ഗായ്സേ. ഗായ്സ് അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണത്. അങ്ങനെ നമ്മളിത് ഈ പാർക്കിൻ്റെ നമ്മുടെ എംബ്ലം വെച്ചിട്ടുണ്ടല്ലേ, ടീൻസാനിയ പാർക്കിന്ന്. അപ്പം നമ്മൾ ആ എംബ്ലത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എന്തായാലും പോയി എടുത്തിട്ട് വരാം അല്ലേ. ഇത് കഴിഞ്ഞ പാടെ നമ്മളിനി വിളക്ക് ചാടാൻ പോകുന്ന നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൽവിൻ ചേട്ടന് പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കിനി വെള്ളത്തിൽ ചാടാനൊന്നും പറ്റിയല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ എംബ്ലത്തിൻ്റെ തൊട്ടടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ലക്കിടി വയനാട്, നമ്മുടെ ടീൻസാനിയ അഡ്വഞ്ചറസ് പാർക്ക്. ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ടീൻസാനിയ പാർക്കിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഗായ്സ് ഇപ്പം എന്താ ചോദിച്ചിട്ടാണ് നമ്മളെ ലക്കിടിയാണ് എൻ്റെ സ്പോട്ട്. നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് വൈത്തിരിയല്ല, ലക്കിടിയാണ് നമ്മുടെ സ്പോട്ട്. വൈത്തിരിയിൽ വേറെ പാർക്കാണുള്ളത്, വൈത്തിരി പാർക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വാട്ടറിലെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ വാട്ടറിൽ ഇറങ്ങിയില്ല. കാരണം അടുത്തിട്ടുണ്ടോ ആർച്ചൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് വരുന്നു, കുറേ പേര് പോകുന്നൊക്കെ ഉണ്ട്. പറഞ്ഞല്ലോ നമ്മുടെ ആൻസെറ്റിനും വരുന്നുണ്ട്. ആൾക്കാരുടെ ബാഗ് എടുക്കാൻ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പാർക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉള്ള അനുഭവം നിങ്ങൾക്ക് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സൂത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുത്. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഊഞ്ഞാലിൽ ഇരുന്നപ്പോഴാണ്. കാരണം ഭയങ്കര ഹൈറ്റിലായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വലിയ കുഴപ്പമില്ല. ആദ്യം മുകളിൽ നിന്ന് ഒരു പെട്ടെന്ന് ഇട്ടപ്പം ഒരു പേടി പോലെ വന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അടുത്ത സൂപ്പർ കൂൾ വീഡിയോ